2024 ഓഗസ്റ്റിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ട് വികസിപ്പിച്ച റോബോട്ടിന്റെ പേരെന്താണ്? ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു MCQ ചാലഞ്ച് ആണ്. അപ്പോൾ MCQ ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത പ്രിലിംസിന് 10th പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുവാണ്. അതിനകത്ത് 2023, 24 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഒരു പേനയോ പേപ്പറോ അല്ലെങ്കിൽ OMR എടുത്തു വെച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും കാണിക്കുമ്പോൾ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ അടയാളപ്പെടുത്തുക. അവസാനം എന്ത് ചെയ്യുക, വിത്ത് നിങ്ങളുടെ നെഗറ്റീവ് മാർക്സ്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാർക്സ് കൂട്ടാറില്ല. 10ൽ ഇപ്പോൾ 7 എണ്ണമാണ് ശരിയായതെങ്കിൽ നമ്മൾ 7 മാർക്ക് അങ്ങിടും അല്ലേ. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്ര എണ്ണം തെറ്റിയോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നെഗറ്റീവ് മാർക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ. മാത്രമല്ല, നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ ആൻസർ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ താഴത്തെ കമന്റ് ബോക്സിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാരണം കമന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കത് മനസ്സിലേക്ക് ഉറച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് വളരെ ഉപകാരപ്രദമാക്കി മാറ്റുക. ഇതൊരു സെൽഫ് അനലൈസിങ് സെഷൻ ആണ്. ഒരു പരീക്ഷയ്ക്ക് മുൻപ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എത്രത്തോളം നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഇനി പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ളൊരു സെഷനാക്കി എന്ത് ചെയ്യുക, മാറ്റുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? റെഡി ആയവർ മാത്രം ലൈക്ക് അടിച്ചേടാ. ഓക്കെ. ഇപ്പൊ റെഡി ആയവര് ലൈക്ക് അടിച്ച് ഒരുങ്ങിയിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊരു PSC പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇൻഡെക്സുകൾ അല്ലെ, സൂചികകൾ എന്ന് പറയുന്നത്. അതിനകത്ത് മാനവ വികസന സൂചിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനകത്ത് എക്സ്പ്ലനേഷൻസ് ഇല്ല. നമ്മൾ ക്വസ്റ്റ്യനും ആൻസേഴ്സും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും, മറ്റൊരു വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, ശരി. അപ്പൊ നോക്കാം, 2021-22 മാനവ വികസന സൂചികയിൽ 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് 132 ആണ്. 191 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 2021-22 മാനവ വികസന സൂചികയിൽ 132 സ്ഥാനമാണ്. 132 സ്ഥാനമാണ്. ഇനി 2022-23 മാനവ വികസന സൂചിക ഈ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2022-23 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134 ആണ്. 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 ആണ്. 22-23 ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം, 2023 ഏപ്രിലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനത്തിനു കാരണമായ ഒമിക്രോൺ ഉപവകഭേദം ഏതാണ്? ഓക്കെ, ഒമിക്രോൺ എന്ന് പറയുന്നത് COVID-19 ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. അപ്പോൾ ഒമിക്രോണിന്റെ ഒരു സബ് വേരിയന്റ് ഇന്ത്യയിൽ 2023 ഏപ്രിലിൽ വലിയൊരു രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ഉപവകഭേദം? ഓക്കെ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആൻസർ കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. എന്താണ് ആൻസർ? ഓപ്ഷൻ A XBB.1.16. XBB.1.16 എന്ന് പറയുന്നത് ഒമിക്രോണിന്റെ ഉപവകഭേദമാണ്. ഇന്ത്യയിൽ വലിയൊരു വ്യാപനത്തിനു കാരണമായിട്ടുള്ള സബ് വേരിയന്റ്.
ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഓക്കെ നമുക്കറിയാം മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അല്ലെ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അതിൽ മികച്ച സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ആൻസർ ഇതാണ് ഓപ്ഷൻ ഡി, പി കുഞ്ഞികൃഷ്ണൻ. പി കുഞ്ഞികൃഷ്ണൻ നാ താൻ കേസുകൊട് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് പി കുഞ്ഞികൃഷ്ണനാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അത് ക്ലിയർ ആണോ? അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം: ഒലി എന്ന് പറയുന്ന ആമ താഴെ പറയുന്നവയിൽ എന്തിന്റെ ഭാഗ്യചിഹ്നമാണ്? ഒലി എന്ന് പറയുന്ന ആമ, ഒലി ആമ ഒരു കായിക ഈവന്റിന്റെ അല്ലെ, ഒരു കായിക ഈവന്റിന്റെ, ഒരു സ്പോർട്സ് ഈവന്റിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ഒലി എന്ന് പറയുന്ന ആമ. ഓക്കെ, അപ്പൊ ഇതിൽ താഴെ പറയുന്നവയിൽ ഏതിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ആൻസർ എന്ന് പറയുന്നത് ഹോക്കി ലോകകപ്പാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2023 ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ഒലി എന്ന് പറയുന്ന ആമ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ഒലി എന്ന് പറയുന്ന ആമ. ഓക്കെ, നാലാമത്തെ ചോദ്യം കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം അടുത്തത്. അഞ്ചാമത്തെ ചോദ്യം ഒരു സ്കീമാണ്. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ആൻസർ നോക്കാം നമുക്ക്. ആൻസർ പടവുകളാണ്. പടവുകൾ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 5 ചോദ്യങ്ങളായി. ആറാമത്തെ ചോദ്യം: 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം, 2024 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ്, 2024 പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. അപ്പോൾ വനിതാ 2020 ലോകകപ്പ് കിരീടം കരസ്ഥമാക്കിയത് ന്യൂസിലൻഡ് ആണ്. 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം കരസ്ഥമാക്കിയത് ന്യൂസിലൻഡ് ആണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്തത് ഏഴാമത്തെ ചോദ്യം. 2024 ഓഗസ്റ്റിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ട് വികസിപ്പിച്ച റോബോട്ടിന്റെ പേരെന്താണ്? ഓക്കെ, അപ്പൊ ഇതൊരു റോബോട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള റോബോട്ടാണ്? മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള റോബോട്ട്. അപ്പൊ ഈ റോബോട്ടിന്റെ പേരെന്താണ്? റീസെന്റ് ആയിട്ട് വികസിപ്പിച്ച ഈ റോബോട്ടിന്റെ പേരാണെന്ത്? പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോ എന്തിനാണ് വികസിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള റോബോട്ടാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എട്ടാമത്തെ ചോദ്യം. രുദ്രം 2 എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ചത് ആരാണ്? രുദ്രം 2 എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ചത് ആരാണ്? ഓക്കെ, ആൻസർ നോക്കാം. രുദ്രം 2 എന്ന് പറയുന്ന മിസൈൽ വികസിപ്പിച്ചത് DRDO ആണ്. അല്ലെങ്കിലും വെപ്പൺസ് ഒക്കെ മിസൈലൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരാം, നമുക്ക് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല, DRDO തന്നെയായിരിക്കും. ഇപ്പൊ അതൊരു റോക്കറ്റ് ആണെങ്കിൽ മിക്കവാറും അത് വികസിപ്പിച്ചിരിക്കുന്ന ആരായിരിക്കും? ISRO ആയിരിക്കും അല്ലെ. ഓക്കെ, ഇത് മിസൈൽ ആയതുകൊണ്ട് തന്നെ അത് വികസിപ്പിച്ചിരിക്കുന്നത് DRDO ആണ് കേട്ടോ. ഓക്കെ, DRDO ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 8 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഒൻപതാമത്തെ ചോദ്യം ഒരു PQ ആണ്. നമുക്ക് നോക്കാം. റീസെന്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരാണ്? 2024
ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ കിട്ടിയോ? നിങ്ങൾ ആൻസർ പറഞ്ഞോ. യെസ്, ഇബ്രാഹിം റൈസിയാണ്. ഇബ്രാഹിം റൈസിയാണ് 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇബ്രാഹിം റൈസിയാണ്. ഇബ്രാഹിം റൈസി. ശരി, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ്? പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തെ സ്വകാര്യ സംരംഭമാണ് ഈ ഒരു പുനരുപയോഗിക്കാവുന്ന അഥവാ റീയൂസബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഈ റോക്കറ്റിന്റെ പേരാണ് റൂമി 1 എന്ന് പറയുന്നത്. റൂമി 1. അപ്പൊ റൂമി 1ന്റെ പ്രത്യേകത എന്താണ്? പുനരുപയോഗിക്കാൻ പറ്റുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ്. 2024 ഓഗസ്റ്റിലാണ് ഇതിന്റെ പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നത്. വിക്ഷേപണത്തിലൂടെ പരീക്ഷണം നടന്നത് 2024 ഓഗസ്റ്റിലാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംരംഭമാണ് ഈ ഒരു ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ച് പരീക്ഷണം നടത്തിയത്. ഇനി 11ാമത്തെ ചോദ്യം. 2024 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ഭാരത് ബയോടെക് പുറത്തിറക്കിയ ഓറൽ കോളറ വാക്സിന്റെ പേരെന്താണ്? ഓറൽ കോളറ വാക്സിൻ 2024 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ഭാരത് ബയോടെക് നമ്മുടെ കോളറയ്ക്ക് വേണ്ടിയിട്ട്, കോളറ ക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓറൽ വാക്സിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓറൽ വാക്സിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓറൽ വാക്സിന്റെ പേര് ഹിൽകോൾ എന്നാണ് കേട്ടോ. ഹിൽകോൾ എന്നാണ് വാക്സിന്റെ പേര്. ഭാരത് ബയോടെക് ആണ് കൊണ്ടുവന്നത്. സിംഗിൾ സ്ട്രെയിൻ ഓറൽ കോളറ വാക്സിൻ ആണ് കേട്ടോ. സിംഗിൾ സ്ട്രെയിൻ ഓറൽ കോളറ വാക്സിൻ ആണ് ഈ പറയുന്ന ഹിൽകോൾ എന്ന് പറയുന്നത്. ഭാരത് ബയോടെക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കോവാക്സിൻ ആണ് അല്ലേ. ഇന്ത്യ തദ്ദേശീയമായിട്ട് COVID-19 വികസിപ്പിച്ച ആദ്യ വാക്സിൻ ആണ് കോവാക്സിൻ. സോ അതിന്റെ നിർമ്മാതാക്കളാണ് ഭാരത് ബയോടെക് എന്ന് പറയുന്നത്. അവരാണ് ഹിൽകോൾ എന്ന് പറയുന്ന ഈ ഒരു കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള വാക്സിൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 11 ചോദ്യങ്ങൾ കഴിഞ്ഞു. 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഇന്ത്യയിൽ ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് നമ്മുടെ കേരളമാണ് അല്ലെ. ഇന്ത്യയിൽ ജല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറും നിങ്ങൾ കേരളം പറയണം. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അതും കേരളം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാഠപുസ്തകങ്ങളിൽ ഭരണഘടന ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ്. ഓക്കെ, ഇപ്പൊ കേരളത്തെ കുറിച്ച് ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർത്തെടുക്കണം. ഇത് പരിസ്ഥിതി ബജറ്റിനെ കുറിച്ചുള്ളതാണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. ഇന്ത്യാസ് ട്രേഡ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യാസ് ട്രേഡ് പോളിസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത് നമ്മുടെ 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. ആരെന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. സോ അരവിന്ദ് പനഗരിയ എഴുതിയ പുസ്തകമാണ് ഇന്ത്യാസ് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യാസ് ട്രേഡ് പോളിസി. അരവിന്ദ് പനഗരിയുടെ പുസ്തകമാണ് ഇന്ത്യാസ് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യാസ് ട്രേഡ് പോളിസി. 13ാമത്തെ ചോദ്യം കഴിഞ്ഞു. 14ാമത്തെ ചോദ്യം നോക്കാം. 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 നമ്മുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 129 ആണ്. 146 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 129 ആണ്. 2024
ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 129ആണ്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ആസ് യൂഷ്വൽ കുറേ വർഷങ്ങളായിട്ട് ഐസ്ലൻഡ് തന്നെയാണ് ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി 2023 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 2023 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 127 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 129 146 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 129 സ്ഥാനമാണ്. ഓക്കെ, 14 ചോദ്യമായി. ഇനി അടുത്തത് 15ാമത്തെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതാണ്? അപ്പൊ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായിട്ടുള്ള സാഹിത്യകാരിയാണ് പി വത്സല. പി വത്സലയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? കിളിക്കാലം എന്ന് പറയുന്നത്. പി വത്സലയുടെ ആത്മകഥയാണ് ഏത്? കിളിക്കാലം. പി വത്സലയുടെ കൃതികളാണ് കൂമൻ കൊല്ലിയും തകർച്ചയൊക്കെ. തകർച്ചയൊക്കെ പി വത്സലയുടെ ആദ്യത്തെ കൃതിയാണ്, തകർച്ച എന്ന് പറയുന്നത്. കൂമൻ കൊല്ലിയും പി വത്സലയുടെ കൃതി തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ കൃതി, റീസെന്റ് ആയിട്ടാണ് പി വത്സലയുടെ അവസാനത്തെ കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിത്രലേഖയാണ്. ചിത്രലേഖ. അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ കൃതി ഏതാണ്? ചിത്രലേഖയാണ് കേട്ടോ, ചിത്രലേഖ. അടുത്തത് 16ാമത്തെ ചോദ്യം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനും അശോക് ഹാളിനും അടുത്തിടെ പുതിയ പേരുകൾ നൽകി. താഴെ പറയുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, ദർബാർ ഹാള് അശോക് മണ്ഡപ് എന്ന് തന്നിരിക്കുന്നു. അശോക് ഹാള് ഗണതന്ത്ര മണ്ഡപ് എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, ഇനി ദർബാർ ഹാള് ഗണതന്ത്ര മണ്ഡപ്, അശോക് ഹാള് അശോക് മണ്ഡപ് എന്നാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദർബാർ ഹാള് ദർബാർ മണ്ഡപ്, അശോക് ഹാള് അശോക് മണ്ഡപ്. ഇനി ദർബാർ ഹാള് ഗണതന്ത്ര മണ്ഡപ്, അശോക് ഹാള് ദർബാർ മണ്ഡപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാണ് ആക്കി മാറ്റിയത്. ദർബാർ ഹാളിന്റെ പേര് എന്താക്കി മാറ്റി? ഗണതന്ത്ര മണ്ഡപ്. അപ്പൊ ഈ ഒരു ദർബാർ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഇന്ത്യൻ ഭരണാധികാരികളെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കോടതികളെ വിളിച്ച പേരാണ് ദർബാർ എന്ന് പറയുന്നത്. പഴയ ഇന്ത്യൻ ഭരണാധികാരികളുടെയും ബ്രിട്ടീഷുകാരുടെയും കോടതികളെ വിളിച്ച പേരാണ് ദർബാർ എന്ന് പറയുന്നത്. സോ ദർബാർ ഹാളിന്റെ പേരാണ് ഗണതന്ത്ര മണ്ഡപ്. ഗണതന്ത്ര എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്നാണ് അർത്ഥം വരുന്നത്. ഗണതന്ത്ര എന്ന് പറയുന്നത് എന്താണ്? റിപ്പബ്ലിക് എന്നാണ് അർത്ഥം വരുന്നത്. സോ ഗണതന്ത്ര മണ്ഡപം എന്നാക്കി മാറ്റി ദർബാർ ഹാളിന്റെ പേര്. അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപം എന്നാക്കി മാറ്റി. ഹോൾ മാറ്റി മണ്ഡപമാക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദർബാർ ഹാളിന്റെ പേര് എന്താക്കി മാറ്റി? ഗണതന്ത്ര മണ്ഡപ് എന്നാക്കി മാറ്റി. ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാക്കി മാറ്റി. അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപ് എന്നാക്കി മാറ്റി. അശോക് ഹാളിന്റെ പേര് എന്താക്കി മാറ്റി? അശോക് മണ്ഡപ് എന്നാക്കി മാറ്റി. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം നോക്കാം. 2024 ജൂലൈയിൽ കൊതുകുകളിലൂടെയും മണലീച്ചകളിലൂടെയും പകരുന്ന അപൂർവമായിട്ടുള്ള രോഗമായിട്ടുള്ള ചാന്ദിപ്പുര വൈറസ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് റിപ്പോർട്ട് ചെയ്തത്? ചാന്ദിപ്പുര വൈറസ്. ഓക്കെ, ചാന്ദിപ്പുര വെസിക്കുലോ വൈറസ്. അപ്പോൾ ഈ ഒരു വൈറസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ഗുജറാത്തിലാണ് ചാന്ദിപ്പുര വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റീസെന്റ് ആയിട്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം 18ാമത്തെ ചോദ്യം. നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച തപസ് എന്ന് പറയുന്ന ഡ്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം വന്നിരിക്കുന്നത്. തപസ് എന്ന് പറയുന്ന ഡ്രോണിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. തപസ് ഡ്രോണ് ഒരു വിദേശ നിർമ്മിതമാണോ? അല്ല. തപസ് എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ഡ്രോണാണ് തപസ് എന്ന് പറയുന്നത്. തപസ് ഡ്രോണിന് 28,000 അടി ഉയരത്തിൽ വരെ പറക്കാനായിട്ട് കഴിവുണ്ട്. തപസ്സിന് 28,000 അടി ഉയരത്തിൽ വരെ പറക്കാനായിട്ട് എന്തുണ്ട്? കഴിവുണ്ട്. നിർത്താതെ 8 മണിക്കൂർ വരെ തപസ്സിന് പറക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് തെറ്റ്. നിർത്താതെ 18 മണിക്കൂർ വരെ തപസ്സിന് പറക്കാൻ കഴിയും. നിർത്താതെ 18 മണിക്കൂർ വരെ.
ഇനി തപസ്ട്രോൺ വികസിപ്പിച്ചത് ISRO ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ISRO അല്ല, DRDO ആണ് തപസ്ട്രോൺ എന്ത് ചെയ്യുന്നത്? വികസിപ്പിച്ചത്. അപ്പോൾ തപസ്ട്രോൺ വികസിപ്പിച്ചത് ISRO അല്ല, DRDO ആണ് വികസിപ്പിച്ചത്. സോ നമുക്കിവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ കിട്ടി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അതായത് തപസ്ട്രോണിന് 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും. തപസ്ട്രോണിന് 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും. നിർത്താതെ 18 മണിക്കൂർ എന്ത് ചെയ്യാം? തപസ്സിന് പറക്കാൻ DRDO ആണ് വികസിപ്പിച്ചത്. തദ്ദേശീയമായിട്ട് നമ്മൾ തന്നെ വികസിപ്പിച്ചതാണ് തപസ്ട്രോൺ. ഇനി 19ാമത്തെ ചോദ്യം നോക്കാം. മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കേരള വന ഗവേഷണ കേന്ദ്രമാണ്. കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൺസൂൺ കാലത്ത് കേരളത്തിൽ കാണപ്പെടുന്ന തവളകളുണ്ടല്ലോ, പല ഇനം തവളകളുണ്ട്. ഈ തവളകളുടെയൊക്കെ ഇനം പട്ടികപ്പെടുത്താനായിട്ട് നമ്മുടെ കേരള വന ഗവേഷണ കേന്ദ്രം ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന് പറയുന്ന മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ കേരള യുവജന കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? M. ഷാജർ ആണ് അല്ലെ. M. ഷാജർ ആണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് M. ഷാജർ ആണ്. അപ്പോൾ 2 ആണ് ശരിയായിട്ടുള്ളത്. ചിന്താ ജെറോം ആയിരുന്നു മുൻപ് നമ്മുടെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. അതിനുശേഷം ഇപ്പോൾ M. ഷാജർ ആണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് M. ഷാജർ ആണ്. ഓക്കെ, 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? പൂർണ്ണമായിട്ടും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏത് രാജ്യത്തെയാണ് ലോകാരോഗ്യ സംഘടന അത്തരത്തിൽ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ ജോർദാനെയാണ്. ജോർദാനെയാണ് പൂർണ്ണമായും കുഷ്ഠരോഗം ഇല്ലാതാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് WHO പ്രഖ്യാപിച്ചത്. ഇനി 22ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 28-നാണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ ഇത്? അല്ല. ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 27 എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത്. ഇനി 2024 നമ്മുടെ ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം നമുക്കൊന്ന് നോക്കാം. വിനോദസഞ്ചാരവും സമാധാനവും, ടൂറിസം ആൻഡ് പീസ്. ടൂറിസം ആൻഡ് പീസ്. ഇപ്പൊ ടൂറിസം ആൻഡ് പീസ് എന്ന് പറയുന്നത് 2024 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയമാണ്. 2024 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയമാണ് വിനോദസഞ്ചാരവും സമാധാനവും അഥവാ ടൂറിസം ആൻഡ് പീസ് എന്ന് പറയുന്നത്. ടൂറിസം ആൻഡ് പീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് ശരി എന്ന് പറയുന്നത്. എ തെറ്റായിരുന്നു. ഓക്കെ, അടുത്ത 23ാമത്തെ ചോദ്യം. അടുത്തിടെ 2024 സെപ്റ്റംബറിൽ നമ്മുടെ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അത് മനു ഭാക്കർ ആണ്. നമ്മുടെ പാരീസ് ഒളിമ്പിക്സില് ഷൂട്ടിങ്ങില് ഇരട്ട മെഡൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ എന്ന് പറയുന്നത് അല്ലെ. വ്യക്തിഗത ഇനത്തിലും ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലും അതുപോലെ തന്നെ ടീം ഇനത്തിലും മനു ഭാക്കറിന് എന്തുണ്ടായിരുന്നു? വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത ഷൂട്ടിങ്ങില് 2 മെഡലുകൾ നേടുന്നത്. അത് നമ്മുടെ മനു ഭാക്കർ ആണ്. സോ മനു ഭാക്കറിനെ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്തു? നിയമിച്ചു. ഓക്കെ, മനു ഭാക്കർ. ഇനി 24ാമത്തെ ചോദ്യം. 2024 ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ച കേരളത്തിലെ വില്ലേജ് ഏതാണ്?
ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ്, ഉത്തരവാദിത്ത ടൂറിസം, ബെസ്റ്റ് അല്ലെങ്കിൽ മികച്ച ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കടലുണ്ടിയാണ്. ഓക്കെ, ഇനി നമ്മുടെ കുമരകത്തിന് കാർഷിക ടൂറിസം വില്ലേജ് പുരസ്കാരമാണ് നമ്മുടെ കുമരകത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചത് കടലുണ്ടിക്കാണെങ്കിൽ കാർഷിക ടൂറിസം മേഖലയിലെ പുരസ്കാരത്തിന് അല്ലെങ്കിൽ കാർഷിക ടൂറിസം മേഖലയിലെ മികവിന് പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കുമരകത്തിനാണ് കേട്ടോ, കുമരകത്തിനാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 25ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ മെത്തനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ മെത്തനോൾ വൈദ്യുത നിലയം, മെത്തനോൾ മീൻസ് മീഥൈൽ ആൽക്കഹോൾ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ മെത്തനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ കായംകുളത്താണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മെത്തനോൾ വൈദ്യുത നിലയം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ മെത്തനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. ഇനി 26ാമത്തെ ചോദ്യം, 2025 നമ്മുടെ ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി, ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലപ്പട്ട ലേഡീസ് ആണ്. ലപ്പട്ട ലേഡീസ് എന്ന് പറയുന്ന സിനിമയാണ്. കിരൺ റാവു ആണ് ലപ്പട്ട ലേഡീസ് സംവിധാനം ചെയ്തത്. ഇത് ഓസ്കാറിൽ അറിയപ്പെടുന്നത് ലോസ്റ്റ് ലേഡീസ് എന്ന് പറയുന്ന പേരിലായിരിക്കും കേട്ടോ. ലോസ്റ്റ് ലേഡീസ് എന്ന് പറയുന്ന പേരിലായിരിക്കും ഇത് ഓസ്കാറിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലപ്പട്ട ലേഡീസ് സംവിധാനം ചെയ്ത ആരാണ്? കിരൺ റാവു ആണ്. അത് ഓർത്തു വെക്കുക. കിരൺ റാവു ആണ് ലപ്പട്ട ലേഡീസ് സംവിധാനം ചെയ്തത്. ഇനി 27ാമത്തെ ചോദ്യം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2024 പുറത്തുവിട്ട നമ്മുടെ FSSAIയുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. കേരളത്തിനാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ് കേട്ടോ, കേരളത്തിനാണ്. ഇനി 28ാമത്തെ ചോദ്യം, ഏഷ്യൻ കിങ് എന്ന കഴുകന്, ഏഷ്യൻ കിങ് എന്ന് പറയുന്ന ഒരു കഴുകനുണ്ട്. ഈ ചുവന്ന ത്രോട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ചുവന്ന കഴുത്തുള്ള കഴുകൻ. അപ്പോൾ ആ കഴുകനെ സംരക്ഷിക്കാനായിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം, ഏഷ്യൻ കിങ് എന്ന് പറയുന്ന കഴുകനെ സംരക്ഷിക്കാനായിട്ട് അതിന് കൃത്യമായിട്ട് പ്രജനനം നടക്കുന്നതിനായിട്ടും അതിൻ്റെ ജനറേഷൻസ് കൂട്ടുന്നതിനായിട്ടും ഒക്കെയുള്ള രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം, ഈ ഒരു കഴുകന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ഏഷ്യൻ കിങ് എന്ന് പറയുന്ന ഈ കഴുകനെ സംരക്ഷിക്കാനായിട്ടുള്ള കേന്ദ്രം എന്ത് ചെയ്തത് സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. 28 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തത് 29ാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ആസ്ട്രോ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹിരാകാശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ്. സോ രാജ്യത്ത് ആദ്യമായിട്ട് ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ് ആൻസർ വരുന്നത്. സോ 30ാമത്തെ ചോദ്യം, 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്, 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 31ാമത്തെ ചോദ്യം, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ജെൻസ് സ്റ്റോൾട്ടൻബർഗ്
നമുക്കറിയാം ഇപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് മാർക്ക് റൂട്ടെ ആണ് അല്ലെ. മാർക്ക് റൂട്ടെ ആണ്. മാർക്ക് റൂട്ടെ എന്ന് പറയുന്നത് നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് മാർക്ക് റൂട്ടെ. ഓക്കെ, നിലവിലെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ആണ്. പഠിച്ചു വെക്കണം, ചോദിക്കും. സോ മാർക്ക് റൂട്ടയ്ക്ക് മുന്നേ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചാൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ 31 ചോദ്യങ്ങളായി. 32ാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്, നോക്കാം. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം. ഓപ്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എയില് മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളത് 2024 ഓസോൺ ഡേയുടെ പ്രമേയമാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന സൂര്യന്റെ ഈ ഒരു അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കുടയാണ് ഓസോൺ എന്ന് പറയുന്നത്. സോ ഈ ഓസോണിന്റെ സംരക്ഷണാർത്ഥം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് 1987 സെപ്റ്റംബർ 16 1987 സെപ്റ്റംബർ 16 മോൺട്രിയോളിൽ ഈ ഒരു ഉടമ്പടി, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ത് ചെയ്തത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോണുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ മോൺട്രിയോളിൽ ഈ ഒരു ഓസോണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 1987 സെപ്റ്റംബർ 16 അതുകൊണ്ടാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. ഇപ്പൊ 2024 നമ്മുടെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആണ്. 32ാമത്തെ ചോദ്യത്തില് 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആണ്. 33ാമത്തെ ചോദ്യം നോക്കാം. മികച്ച സിനിമയ്ക്കുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആട്ടം എന്ന് പറയുന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആരാണ്? നമ്മുടെ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിങ്ങൾക്കറിയാം. അതിൽ ഫീച്ചർ ഫിലിം കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആട്ടമാണ്. ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. ആട്ടം സംവിധാനം ചെയ്തത് ആരാണ്? ആനന്ദ് ഏകർഷിയാണ്. ഇനി 34ാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? 2024 ലോക പുസ്തക തലസ്ഥാനം, അതായത് എല്ലാ വർഷവും ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നഗരത്തെ യുനെസ്കോയും അതുപോലെ തന്നെ ഈ പുസ്തക മേഖലയിലെ വെൽവിഷേഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. അതായത് ആ നഗരത്തിൽ കൂടുതൽ പുസ്തക വായനയും പുസ്തക വിൽപ്പനയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പല ഇവന്റുകൾ നടക്കുന്ന നഗരങ്ങളെ കൂടിയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്? യുനെസ്കോ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗിനെയാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോയാണ് നമ്മുടെ യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത്. 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് റബാത്ത്, മൊറോക്കോയുടെ തലസ്ഥാനമായിട്ടുള്ള റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. 2025 ലോക പുസ്തക തലസ്ഥാനം നമ്മുടെ ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. 2024 സ്ട്രാസ്ബർഗ് ആണ് കേട്ടോ. 2024 ലോക പുസ്തക തലസ്ഥാനം. ഇനി 35ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22 അന്താരാഷ്ട്ര
ജൈവ വൈവിധ്യ ദിനമാണ്. 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് പറയുന്നത്. സോ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യവും അതുപോലെ തന്നെ ജീവിവർഗങ്ങളെയൊക്കെ പരിപാലിക്കാനായിട്ടുള്ള പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർഷം മുന്നോട്ട് വെച്ചു. ആ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ് 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. 2024 പ്രമേയം എന്താണ്? പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണ്. പദ്ധതിയുടെ ഭാഗമാകൂ. ഇനി 36ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏത് വർഷത്തിലാണ് UN അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായിട്ട് ആചരിച്ചത്? ഏത് വർഷമാണ് UN അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായിട്ട് ആചരിച്ചതെന്ന് ചോദിച്ചാൽ 2020 ആണ്. 2020 അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷമായിട്ട് UN ആചരിച്ചത്. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു അല്ലെ? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. ചെറുധാന്യങ്ങളുടെ വർഷമായിരുന്നു. 2024 എന്ന് പറയുന്നത് ഒട്ടക വർഷമായിരുന്നു അല്ലെ? ഒട്ടക വർഷമാണ് 2024. 2025 എന്ന് പറയുന്നത് ഹിമാനികളുടെ അന്താരാഷ്ട്ര വർഷമാണ്. 2025 ഹിമാനികളുടെ അന്താരാഷ്ട്ര വർഷം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആയിട്ട് നമ്മുടെ UN പ്രഖ്യാപിച്ച 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആയിട്ട് പ്രഖ്യാപിച്ച 2025 ഓക്കെ. ഇപ്പൊ സസ്യ ആരോഗ്യ വർഷം എന്ന് പറഞ്ഞ 2020 സസ്യ ആരോഗ്യ വർഷമായിട്ട് UN ആചരിച്ചത് 2020. ഇനി 37ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറിന്റെ പേര്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ, സൈബർ ക്രൈമുകൾ, അതുപോലെ തന്നെ സൈബർ അറസ്റ്റുകൾ, അതുപോലെ തന്നെ സൈബർ പണത്തട്ടിപ്പുകൾ, ഇതിനൊക്കെ തടയിടുന്നതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറിന്റെ പേരാണ് പ്രതിബിംബ് എന്ന് പറയുന്ന പ്രതിബിംബ്. അപ്പൊ എന്താണ് പ്രതിബിംബ് എന്ന് പറയുന്നത്? പ്രതിബിംബ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്രതിബിംബ് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായിട്ടുള്ള സോഫ്റ്റ്വെയർ. അടുത്തത് 38ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അണ്ടർ വാട്ടർ ടൂറിസം, ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ ടൂറിസം ആരംഭിക്കുന്നത് എവിടെയെന്നാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ് ആരംഭിച്ചത് അല്ലെ? ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. ഇത് അന്തർവാഹിനി ടൂറിസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് ടൈറ്റൻ എന്ന് പറയുന്ന ചെറുമുങ്ങിക്കപ്പലിൽ പോയ മീൻസ് ആ ഒരു സംഘത്തെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവരും കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി ഈ ഒരു അന്തർവാഹിനി ടൂറിസമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട്. അതുപോലെ അന്തർവാഹിനി വളരെ സുരക്ഷിതമായിട്ടുള്ള, ടൈറ്റൻ പോലെയല്ല, വളരെ സുരക്ഷിതമായിട്ടുള്ള അന്തർവാഹിനിയിൽ നമുക്ക് കടലിന്റെ അടിയിലും, പ്രത്യേകിച്ച് ഇത് നിലവിൽ വരുന്നത് ദ്വാരകയിൽ ഓക്കെ, കൃഷ്ണൻ രൂപീകരിച്ച ആ ഒരു പട്ടണം അല്ലെങ്കിൽ സ്ഥലം എന്ന് പൊതുവെ വിശേഷണമുള്ളതാണ് ദ്വാരക. അപ്പോൾ കൃഷ്ണൻ സ്ഥാപിച്ച ആ ഒരു നഗരം കടലിന്റെ അടിയിലാണെന്നും അത് കാണാനായിട്ടുള്ള ഒരു ടൂറിസമാണ് ഈ ഒരു ആദ്യ അന്തർവാഹിനി ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദ്വാരകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ആരംഭിച്ചത് ദ്വാരകയിലാണ്. ഇനി 39ാമത്തെ ചോദ്യം. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആര്? നിങ്ങൾക്കറിയാം അധികാരത്തിലിരിക്കെ അറസ്റ്റിലായ രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അറസ്റ്റിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം രാജിവെച്ചു, അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിഷി മർലേന വനിതയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് കേട്ടോ. ഷീല ദീക്ഷിതിനും അതുപോലെ തന്നെ നമ്മുടെ സുഷമ സ്വരാജിനും ഒക്കെ ശേഷം
ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി മർലേന. അതിഷി മർലേന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. അടുത്ത 40ാമത്തെ ചോദ്യം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് സ്ഥലത്തിന്റെ പേരാണ് ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത്? കേന്ദ്ര സർക്കാർ ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത് ഏത് സ്ഥലത്തിന്റെ പേരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏത് സ്ഥലത്തിന്റെ പേരാണ്? പോർട്ട് ബ്ലെയറിന്റെ പേരാണ് അല്ലെ. പോർട്ട് ബ്ലെയറിന്റെ പേരാണ് എന്താക്കി മാറ്റിയത്? അടുത്തിടെ കേന്ദ്ര സർക്കാർ ശ്രീ വിജയപുരം എന്നാക്കി മാറ്റിയത്. നമുക്ക് ഒരുപാട് ഈ പേര് മാറ്റങ്ങൾ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. നമുക്കറിയാം നമ്മുടെ ഔറംഗാബാദിന്റെ പേര് എന്താക്കി മാറ്റി? ഛത്രപതി സാംബാജി നഗർ എന്നാക്കി മാറ്റി. ഔറംഗാബാദിന്റെ പേര് ഛത്രപതി സാംബാജി നഗർ എന്നാക്കി മാറ്റി. ഒസ്മാനാബാദിന്റെ പേര് എന്താക്കി മാറ്റി? ധാരാശിവ് എന്നാക്കി മാറ്റി. ഒസ്മാനാബാദിന്റെ പേര് എന്താക്കി മാറ്റി? ധാരാശിവ് എന്നാക്കി മാറ്റി. പോർട്ട് ബ്ലെയറിന്റെ പേര് എന്താക്കി മാറ്റി? ശ്രീ വിജയപുരം എന്നാക്കി മാറ്റി. പോർട്ട് ബ്ലെയറിന്റെ പേര് എന്താക്കി മാറ്റി? ശ്രീ വിജയപുരം എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ അഹമ്മദ് നഗറിന്റെ പേര് റീസെന്റ് ആയിട്ട് അഹല്യ നഗർ എന്നാക്കി മാറ്റി. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പേര് എന്താക്കി മാറ്റി? അഹല്യ നഗർ എന്നാക്കി മാറ്റി. ഓക്കെ, പോർട്ട് ബ്ലെയറിന്റെ പേര് ശ്രീ വിജയപുരം നമ്മൾ പറഞ്ഞു. ഔറംഗാബാദ് ഛത്രപതി സാംബാജി നഗർ, ഒസ്മാനാബാദ് ധാരാശിവ് എന്നാക്കി മാറ്റി. അഹമ്മദ് നഗറിന്റെ പേര് അഹല്യ നഗർ എന്നാക്കി മാറ്റി. അഹമ്മദ് നഗർ അഹല്യ നഗർ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പൊ പേര് മാറ്റങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇനി 41ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മേഘാലയാണ്. ഈസി ലോട്ടറി അല്ലെ, ഈസി വിൻ അഥവാ ഈസി ലോട്ടറി എന്ന പേരിലാണ് ഈ ഒരു ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ചത് മേഘാലയയിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി കൊണ്ടുവരുന്നത് കേരളമാണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഭാഗ്യക്കുറി കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയയാണ്. ഓക്കെ, ഇനി 42ാമത്തെ ചോദ്യം. അടുത്തിടെ പോലീസ് സേനയിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയത് അതേത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ് പോലീസ് സേനയിലെ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയത്. ഓക്കെ, 33% സംവരണം ഏർപ്പെടുത്തിയത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. നമ്മുടെ സ്ത്രീകൾക്ക് ഇലക്ഷനിൽ 33% സംവരണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. നമ്മുടെ 106ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കണേ, അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും ചോദ്യം വരും. 43ാമത്തെ ചോദ്യം. നൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? നൈഫ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സൽമാൻ റുഷ്ദിയാണ് നൈഫ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്നത്. സാത്താന്റെ വചനങ്ങൾ, സാത്താനിക് വേഴ്സസ്. അപ്പോൾ ഈ ഒരു കൃതിക്കെതിരെ വ്യാപകമായിട്ടുള്ള ക്രിറ്റിസിസം അദ്ദേഹം നേരിടുകയും അതിലുള്ള എതിർപ്പ് മൂലം ഇദ്ദേഹത്തിന് നേരെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റാക്കിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെയാണ് ഈ നൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ നൈഫ് സൽമാൻ റുഷ്ദിയുടെ കൃതിയാണ്. ഇനി 44ാമത്തെ ചോദ്യം. 2024 മാർച്ച് മാസം GI ടാഗ് പദവി ലഭിച്ച പരമ്പരാഗത വസ്ത്രമാണ് റിസ ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത വസ്ത്രമാണ്? റിസ ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗത വസ്ത്രമാണെന്ന് ചോദിച്ചാൽ ത്രിപുരയുടെ പരമ്പരാഗത വസ്ത്രമാണ് റിസ. റിസയ്ക്ക് റീസെന്റ് ആയിട്ട് ഭൗമസൂചിക പദവി അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. റിസ എന്ന് പറയുന്ന ഈ ഒരു പരമ്പരാഗത വസ്ത്രത്തിന്. 45ാമത്തെ ചോദ്യം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിട്ടുള്ള ഏത് രാജ്യത്തു നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. ഇന്ദ്രാവതി, ആ ഒരു റൈമിംഗ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ദ്രാവതി എന്ന് പറയുന്നത്
ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയതാണ് അല്ലെ. ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിട്ടുള്ള ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത് കേട്ടോ. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇസ്രായേൽ പലസ്തീൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അജയ്, ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഓക്കെ, 45 ചോദ്യങ്ങളായി. 46ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? 2024 ജൂലൈ 1 നമ്മുടെ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങളെ റീപ്ലേസ് ചെയ്ത് IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് ഭാരതീയ സാക്ഷിയുമായിട്ട് മാറിയത്. 3 ഇന്ത്യൻ നിയമങ്ങൾ എന്ത് ചെയ്തു? നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു 3 ഇന്ത്യൻ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 അപ്പോൾ ഈ നിയമങ്ങൾ പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാരതീയ ന്യായ സംഹിത പ്രകാരം അത് മധ്യപ്രദേശിലാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? കേരളത്തിലെ ആദ്യത്തെ കേസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇതെന്ത് ചെയ്തത്? ഈ ഒരു ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇനി 47ാമത്തെ ചോദ്യം, അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ, അപരാജിത ശിശു വനിതാ ബില്ല് അടുത്തിടെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? 2024 അപരാജിത വനിതാ ശിശു ബില്ല് അഥവാ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. റീസെൻ്റ്ലി നമ്മൾ ഒരു ഡോക്ടറിന്റെ ബ്രൂട്ടൽ റേപ്പ് കേസ് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാള്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് റേപ്പ് കേസുകളിൽ ഇരകൾ മരിച്ചു പോവുകയോ കോമ സ്റ്റേജിൽ ആകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ചെയ്ത കുറ്റക്കാർക്ക് വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുള്ള വധശിക്ഷ, ജീവപര്യന്തം പോലുള്ള കഠിനമായിട്ടുള്ള ശിക്ഷകൾ നൽകാനായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിനായിട്ടുള്ള ബില്ലാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു? ബംഗാളിലാണ് അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിലാണ് അവതരിപ്പിച്ചത്. ഇനി 48ാമത്തെ ചോദ്യം, 2023 5ാമത് ദേശീയ ജല പുരസ്കാരം. ഇത് പ്രഖ്യാപിച്ചത് 2024 കേട്ടോ. പ്രഖ്യാപിച്ചത് 2024. 2023 5ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരം പുല്ലമ്പാറ പഞ്ചായത്താണ്. അപ്പൊ ആദ്യമായിട്ടാണ് ദേശീയ തലത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്ത് ജലപുരസ്കാരം നേടുന്നത് ദേശീയ തലത്തിൽ. അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പുല്ലമ്പാറ പഞ്ചായത്താണ്. പുല്ലമ്പാറ പഞ്ചായത്തിന് രാജ്യത്തെ മികച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 49ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വർഷത്തെ വയലാർ അവാർഡാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് ലഭിച്ചത്? അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. 2023 വയലാർ അവാർഡാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറഞ്ഞ കൃതിക്ക് ലഭിച്ചത്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിലിനാണ്. അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കാട്ടൂർ കടവ് 2024 വയലാർ പുരസ്കാരം ലഭിച്ച കൃതി കാട്ടൂർ കടവാണ്. അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്ക്. അപ്പൊ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് വയലാർ പുരസ്കാരം ലഭിച്ച 2023. ഇനി 50ാമത്തെ ചോദ്യം നോക്കാം.
ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരം ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാനയാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. ഓക്കെ, ഇനി നമുക്ക് 51ാമത്തെ ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യം ഇതാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദ്യം. എ തന്നിരിക്കുന്നത് ഗ്രാൻഡ് പ്രീ പുരസ്കാരം. നമ്മുടെ 77ാമത് കാൻ ചലച്ചിത്രമേള 2024 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പായൽ കപ്പാടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞോ? ഇതിന്റെ ആൻസർ രണ്ടും ശരിയാണ്. അപ്പൊ നമ്മുടെ 2024 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സംവിധായികയായിട്ടുള്ള പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കാൻ ചലച്ചിത്രമേളയിലെ രണ്ടാമത്തെ മികച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ പുരസ്കാരമായിട്ടുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആരാണ് സംവിധാനം ചെയ്തത് എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഇനി 52ാമത്തെ ചോദ്യം ഒരു ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ധന ചുഴലിക്കാറ്റിനെ കുറിച്ച് ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. 2024 വീശിയിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ് ധന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓപ്ഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ധന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി ധന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇന്ത്യ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതും തെറ്റാണ്. ധന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഖത്തറാണ്. ഔദാര്യം എന്നർത്ഥം വരുന്ന ധന എന്ന പേര് ഈ ഒരു ചുഴലിക്കാറ്റിന് നൽകിയത് ഖത്തറാണ്, ഇന്ത്യയല്ല. ഇനി ധന ചുഴലിക്കാറ്റിന് കാരണമായിട്ടുണ്ടായിരുന്ന ഒരു ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദം ആണല്ലോ പിന്നീട് ചുഴലിക്കാറ്റായിട്ട് മാറുന്നത്. ഈ ന്യൂനമർദ്ദം രൂപം കൊണ്ടത് ആൻഡമാൻ കടലിലാണ്. ആൻഡമാൻ കടലിലാണ് ഈ ഒരു ന്യൂനമർദ്ദം എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. കറക്റ്റ് ആണ്. ഇനി ധന ചുഴലിക്കാറ്റ് 2023 ഡിസംബറിൽ രൂപം കൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. 2024 ഒക്ടോബറിലാണ് ധന ചുഴലിക്കാറ്റ് എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. സോ ഇവിടെ നമുക്ക് ധന ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതിന് കാരണമായ ന്യൂനമർദ്ദം രൂപം കൊണ്ടത് ആൻഡമാൻ കടലിലാണ്. ഓക്കെ, 52ാമത്തെ ചോദ്യം കഴിഞ്ഞു. 53ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2026 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇപ്പൊ 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച നഗരം എന്ന് പറയുന്നത് റബാത്ത് ആണ് അല്ലെ. നമ്മുടെ മൊറോക്കോയുടെ തലസ്ഥാനമായിട്ടുള്ള റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. 54ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബുക്കർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ചോദ്യം. 2023 ബുക്കർ പുരസ്കാരം സാമന്ത ഹാർവെക്ക് ലഭിച്ചു എന്നാണ് എ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ബി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സാമന്തയുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലെ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം 2023 ബുക്കർ പുരസ്കാരമാണോ സാമന്ത ഹാർവെക്ക് ലഭിച്ചത്? അല്ല, 2024 ബുക്കർ പുരസ്കാരമാണ് അല്ലെ. 2024 ബുക്കർ പുരസ്കാരമാണ് സാമന്ത ഹാർവെക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2024 ബുക്കർ പുരസ്കാരം സാമന്ത ഹാർവെക്ക് നേടിക്കൊടുത്ത സാമന്ത ഹാർവെയുടെ കൃതിയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. ഈ ഒരു സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 55ാമത്തെ ചോദ്യം നോക്കാം. 2025 ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി ഏതെന്നാണ് ചോദ്യം. 2025 ഇന്ത്യയുടെ ഓസ്കാർ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ലപ്പട്ട ലേഡീസ് അഥവാ ലോസ്റ്റ് ലേഡീസ് എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. ലപ്പട്ട ലേഡീസ് അഥവാ ലോസ്റ്റ് ലേഡീസ് എന്ന് പറയുന്ന
സിനിമയാണ്. ഇനി 56-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വേൾഡ് ന്യൂമോണിയ ഡേ, ലോക ന്യൂമോണിയ ദിനം എന്നാണ്? ലോക ന്യൂമോണിയ ദിനം എന്നാണ് എന്ന് 56-ാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ലോക ന്യൂമോണിയ ദിനം എന്നാണ്? ലോക ന്യൂമോണിയ ദിനം എന്ന് പറയുന്നത് നവംബർ 12-നാണ് കേട്ടോ. എല്ലാ വർഷവും നവംബർ 12-നാണ് ലോക ന്യൂമോണിയ ദിനമായിട്ട് ആചരിക്കുന്നത്, ലോക ന്യൂമോണിയ ദിനം. ഇനി 57-ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് ഈ വർഷം 2024 നമ്മുടെ ഗോവയിൽ നടക്കാനിരിക്കുന്ന 55-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള, ഗോവയിൽ നടക്കാനിരിക്കുന്ന 55-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അപ്പോൾ 55-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയില് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ നൽകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പ് നോയിസിനാണ്. ഫിലിപ്പ് നോയിസിനാണ് 55-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയില് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയിസിനാണ്. ഇനി 58-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നിലവിലെ കരസേന മേധാവി ആരാണ്? നിലവിലെ കരസേന മേധാവി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ കരസേന മേധാവി എന്ന് പറയുന്നത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. നിലവിലെ കരസേന മേധാവി എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇനി 59-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സലീം അലിയെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവാണ് എഒ ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഒരു കുരുവിയുടെ പതനം എഒ ഹ്യൂമിന്റെ ആത്മകഥയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒരു കുരുവിയുടെ പതനം എഒ ഹ്യൂമിന്റെ ആത്മകഥ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. എഒ ഹ്യൂമിന്റെ ആത്മകഥയല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് നവംബർ 12 കറക്റ്റ് ആണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലീം അലി തന്നെയാണ് അല്ലെ. സലീം അലിയാണ് പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് എഒ ഹ്യൂം ആണ്. ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് എഒ ഹ്യൂം ആണ്. 60-ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ 2024 സംസ്ഥാന സ്കൂൾ കായികമേളയില് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ഏത് ജില്ലയാണ്? നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന 2024 സംസ്ഥാന സ്കൂൾ കായികമേളയില് ഓവറോൾ കിരീടം ലഭിച്ചവർക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് തിരുവനന്തപുരം ജില്ലയാണ് സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. 61-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിന്റെ 2ാം പതിപ്പിന് വേദിയാകുന്നത്? 2024 ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിന്റെ സെക്കൻഡ് എഡിഷന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് എഡിഷന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ഇനി 62-ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത്. എറണാകുളത്ത് ബോൾഗാട്ടിയിൽ, നമ്മുടെ കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയം വരെയായിരുന്നു ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത്. ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയം വരെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിന്റെ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എറണാകുളമാണ്. 63-ാമത്തെ ചോദ്യം നോക്കാം. നിലവിലെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ആരാണ്? നിലവിലെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷെറിംഗ് തോബ്ഗെ ആണ് നിലവിലെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നിലവിലെ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷെറിംഗ്
തോബ്ഗെയാണ്. 64-ാമത്തെ ചോദ്യം, സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അന്താരാഷ്ട്ര 2020-യിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. സഞ്ജു ഇപ്പൊ 2 അല്ല, അന്താരാഷ്ട്ര 2020-യിൽ 3 സെഞ്ചുറി നേടി. ഒരു കലണ്ടർ ഇയറിൽ അന്താരാഷ്ട്ര 2020-യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരവും ആര് തന്നെയാണ്? നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. അപ്പൊ അന്താരാഷ്ട്ര 2020-യിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നമ്മുടെ സഞ്ജു സാംസൺ ആണ് കേട്ടോ. അതിന്റെ കൂടെ ഓർത്തിരിക്കുക, ഒരു കലണ്ടർ ഇയറിൽ അന്താരാഷ്ട്ര 2020-യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും ആര് തന്നെയാണ്? സഞ്ജു തന്നെയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ തുടർച്ചയായ 2ാം മത്സരത്തിലും സെഞ്ചുറി നേടുന്ന ലോകത്തെ 4ാമത്തെ താരമാണ് സഞ്ജു എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റില് തുടർച്ചയായിട്ടുള്ള 4ാം മത്സരത്തിലും സെഞ്ചുറി നേടുന്ന ലോകത്തെ 4ാമത്തെ താരമാണ് സഞ്ജു എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ താരമാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റില് തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും തുടർച്ചയായിട്ടുള്ള 2ാം മത്സരത്തിൽ 2020 ക്രിക്കറ്റില് തുടർച്ചയായിട്ടുള്ള 2ാം മത്സരത്തിലും സെഞ്ചുറി നേടുന്ന ലോകത്തെ 4ാമത്തെ താരമാണ് സഞ്ജു എന്ന് പറയുന്നത്. സോ 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആണ്. 65-ാമത്തെ ചോദ്യം നോക്കാം. 50-ാമത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയുടെ 50-ാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് JD വാൻസിനാണ്. JD വാൻസിനാണ് അമേരിക്കയുടെ 50-ാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. JD വാൻസിന്റെ പാർട്ട്ണർ ഒരു ഇന്ത്യക്കാരിയാണെന്ന് ഓർത്തിരിക്കുക. 66-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വൈറ്റ് ഹൗസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത ആരാണ്? വൈറ്റ് ഹൗസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത ആരാണ് എന്നാണ് ചോദ്യം. വൈറ്റ് ഹൗസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത ആരാണ്? അത് സൂസി വിൽസ് ആണ്. സൂസി വിൽസ് ആണ് വൈറ്റ് ഹൗസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി US-ന്റെ സെക്കൻഡ് ലേഡി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉഷ ചിലുകുരിയാണ്. US-ന്റെ സെക്കൻഡ് ലേഡി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 67-ാമത്തെ ചോദ്യം നോക്കാം. 67-ാമത്തെ ചോദ്യം ഇതാണ്. അടുത്തിടെ അന്തരിച്ച MP സദാശിവൻ നായർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ അടുത്തിടെ അന്തരിച്ച MP സദാശിവൻ നായർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു മലയാള സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. സോ അദ്ദേഹം എന്ന് പറയുന്നത് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് MP സദാശിവൻ നായർ എന്ന് പറയുന്നത്. അടുത്തത് 68-ാമത്തെ ചോദ്യം. 31-ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? 31-ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് നമ്മുടെ കൊച്ചിയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് 31-ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നത്. 69-ാമത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്, സിമ്പിൾ ചോദ്യമാണ്, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 11-നാണ് അല്ലെ? എല്ലാ വർഷവും നവംബർ 11-നാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 70-ാമത്തെ ചോദ്യം നോക്കാം. 2024-ൽ ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത്. ഓക്കെ, ന്യൂഡൽഹിയിലാണ്. ഇനി 71-ാമത്തെ ചോദ്യം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? കേരളത്തില് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ളത്. റീസെന്റ് ആയിട്ട് പുറത്തു വന്ന കണക്കുകൾ പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇനി 72-ാമത്തെ ചോദ്യം. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് പാലക്കാട് അകത്തേത്തറയിലാണ്. പാലക്കാട് അകത്തേത്തറയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. അടുത്തത് 73-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്.
2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദികളിൽ ഉൾപ്പെടാത്തത്? 2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദികളിൽ ഉൾപ്പെടാത്തത്? ദക്ഷിണാഫ്രിക്ക തന്നിട്ടുണ്ട്, നമീബിയ തന്നിട്ടുണ്ട്, സിംബാബ്വെ തന്നിട്ടുണ്ട്, സാംബിയ തന്നിട്ടുണ്ട്. ആൻസർ സാംബിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. നമ്മുടെ 2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടീമുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഉൾപ്പെടുന്ന ടീമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14 ആണ്. 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകൾ 14 പേരാണ്. 2023 നമ്മുടെ ODI വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു വേദി. ജേതാക്കള് ഓസ്ട്രേലിയ ആയിരുന്നു. അന്ന് 10 ടീമുകളായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 10 ടീമുകളായിരുന്നു. ഇനി 27 നടക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നിവിടങ്ങളിലാണ് 14 ടീമുകളാണ് മത്സരിക്കുന്നത്. അടുത്തത് 74ാമത്തെ ചോദ്യം നോക്കാം. 74ാമത്തെ ചോദ്യം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പൂർണ്ണ അംഗമായ 9ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ SCOയില് പൂർണ്ണ അംഗമായിട്ടുള്ള 9ാമത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം. ആൻസർ വന്നിട്ട് ഇറാനാണ്. ഇറാനാണ് SCOയില് പൂർണ്ണ അംഗത്വം നേടിയ 9ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണ് SCOയിലുള്ള മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള 8 അംഗങ്ങളെ കൂടാതെ റീസെന്റ് ആയിട്ട് ഒരു രാജ്യം കൂടി പൂർണ്ണ അംഗത്വം നേടിയിട്ടുണ്ട്. അതാണ് ഇറാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി വെക്കണം. അടുത്തത് 75ാമത്തെ ചോദ്യം നോക്കാം. വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? നമ്മുടെ നാരി ശക്തി വന്ദൻ അധിനിയം. വനിതകൾക്ക് നമ്മുടെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റ് സംവരണവുമായിട്ട് ഇലക്ഷനിൽ സീറ്റ് സംവരണവും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ആ ഒരു വനിതാ സംവരണ ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് നമ്മുടെ 75ാമത്തെ ചോദ്യം. ആൻസർ 2023 സെപ്റ്റംബർ 28 വനിതാ സംവരണ ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2023 സെപ്റ്റംബർ 28. ഓക്കെ, 106ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് കേട്ടോ നമ്മുടെ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. 106ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ആർട്ടിക്കിൾ 330A, 332A, 334A ഇതൊക്കെയാണ് 106ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത്. 330A എന്ന് പറയുന്നത് ലോക്സഭയിലേക്കുള്ള വനിതാ സംവരണവും 332A എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വനിതാ സംവരണവും 334A എന്ന് പറയുന്നത് എന്ന് മുതലാണ് സംവരണം ആരംഭിക്കുന്നത് എന്നുള്ള ആർട്ടിക്കിളാണ്. അത് പറയുന്ന ആർട്ടിക്കിളാണ് 334A. ഏത് വർഷം മുതൽ, ഏത് ഇലക്ഷൻ മുതലാണ് സംവരണം ആരംഭിക്കുന്നത്. ഇനി നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിഷറി, അതാണ് NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിഷറി. നമ്മുടെ തലസ്ഥാനത്തിലെ നിയമസഭയിലെ സ്ത്രീകൾക്കുള്ള സംവരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 239A ആണ്. 239A ആണ് NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിഷറിയിലെ വനിതാ സംവരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി 76ാമത്തെ ചോദ്യം നോക്കാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കുടുംബശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കുടുംബശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ഉജ്ജീവനം. അടുത്തത് 77ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. 2024 നടന്നത് 18ാമത് ലോക്സഭ ഇലക്ഷൻ ആണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്ത മേഖലയാണ്. കറക്റ്റ് ആണ്. 2024 നടന്നത് 18ാമത് ലോക്സഭ ഇലക്ഷൻ തന്നെയാണ്. ഇനി നമ്മുടെ ഈ നടന്ന ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പരാതി പരിഹാരത്തിനായിട്ട്, സിറ്റിസൺസിന്റെ പരാതി പരിഹാരത്തിനായിട്ട്
നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ച സംവിധാനമാണ് എൻകോർ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. എൻകോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ചത് തന്നെയാണ്. നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് കൂടുതൽ എഫിഷ്യൻറ്റും യൂണിഫൈഡും ആകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇലക്ഷനിൽ ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ഓഫീസേഴ്സിന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻകോർ എന്ന് പറയുന്നത്. എന്നാൽ പൊതു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതി പരിഹാരത്തിനായിട്ട് കൊണ്ടുവന്ന സംവിധാനം എന്ന് പറയുന്നത് സി വിജിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സി വിജിൽ ആപ്ലിക്കേഷനാണ് പരാതി പരിഹാരത്തിനായിട്ട് കൊണ്ടുവന്നത്. ഇനി ഇലക്ട്രൽ ബോണ്ടുകൾ. ഇലക്ട്രൽ ബോണ്ടുകളുടെ സാധുത റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നത് 2024 ഫെബ്രുവരി 15-നാണ്. കറക്റ്റ് ആണ്. റീസെന്റ് ആയിട്ട് 2024 ഫെബ്രുവരിയിലാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ അസാധുത സുപ്രീം കോടതി റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ സിറ്റിസൺസിന്റെ, പൗരന്മാരുടെ അവകാശ ലംഘനമാണ് അതിലൂടെ നടക്കുന്നതെന്ന് ആരോപിച്ച് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികളെയും എന്ത് ചെയ്തു? റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യത്തിൽ 1ഉം 3ഉം മാത്രമാണ് ശരി. ഇനി 78ാമത്തെ ചോദ്യം നോക്കാം. സ്വകാര്യ മേഖലയിൽ സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള രാജ്യത്തെ ആദ്യ സംരംഭമായിട്ടുള്ള C295 എയർക്രാഫ്റ്റ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇപ്പൊ C29 എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിമാനം, C295 എയർക്രാഫ്റ്റ് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെയിനിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്. സോ ഇത് നമ്മൾ കുറച്ച് വിമാനങ്ങൾ, നമ്മൾ കരാർ ചെയ്തിട്ടുള്ള കുറച്ച് വിമാനങ്ങൾ സ്പെയിനിൽ നിന്ന് നിർമ്മിച്ച് നമുക്ക് നൽകി. എന്നാൽ ബാക്കിയുള്ള വിമാനങ്ങൾ നമ്മൾ ഇവിടെ പണി കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി നമ്മൾ റീസെന്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ വഡോദരയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് ഈ C295 എയർക്രാഫ്റ്റ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. സ്വകാര്യ മേഖലയിൽ സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള രാജ്യത്തെ ആദ്യ സംരംഭമായിട്ടുള്ള C295 എയർക്രാഫ്റ്റ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ വഡോദരയിലാണ്. ഇനി 79ാമത്തെ ചോദ്യം നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. മലയാള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് കേട്ടോ. 2023 ലഭിച്ചത് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2022 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ സേതുവിനാണ്, അല്ലെ? സേതു മാധവനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 80ാമത്തെ ചോദ്യം നോക്കാം. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടി COP16 വേദി ജൈവ വൈവിധ്യ ഉച്ചകോടിയാണ്. ജൈവ വൈവിധ്യ ഉച്ചകോടി 2024 നടന്നത് COP16 ആണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. നമ്മുടെ കാലാവസ്ഥ ഉച്ചകോടി ഈ വർഷം നടന്നത് COP29 ആയിരുന്നു. അത് നമുക്ക് പറയാം. അപ്പൊ COP16 വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? COP16 വേദി എന്ന് പറയുന്നത് കൊളംബിയയിലെ കാലിയിലായിരുന്നു. 2024 COP16 വേദി എവിടെയായിരുന്നു? കൊളംബിയയിലെ കാലി ആയിരുന്നു വേദി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 2023 നടന്ന COP15 വേദി എന്ന് പറയുന്നത് കാനഡയിലെ മോൺട്രിയൽ ആയിരുന്നു. മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ? മോൺട്രിയൽ. അപ്പൊ കാനഡയിലെ മോൺട്രിയലിൽ വെച്ചിട്ടാണ് 2023 COP15 ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കാലാവസ്ഥ ഉച്ചകോടി COP29 ഈ വർഷം നടന്നത് അസർബൈജാനിലെ ബാക്കൂല് വെച്ചിട്ടാണ്. അടുത്ത വർഷം COP30 നടക്കുന്നത് ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ 80ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 81ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ഉപഗ്രഹമാണ് പ്രോബ-3. പ്രോബ-3യുടെ വിക്ഷേപണം ഇന്ത്യയിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. PSLV XL റോക്കറ്റ്, PSLV XL റോക്കറ്റിലാണ് പ്രോബ-3 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. ആൻസർ ബിയും സിയും കറക്റ്റ് ആണ്. ശരിയായ പ്രസ്താവനയിൽ ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹമാണ് പ്രോബ-3 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയത് എന്താണെന്ന് മനസ്സിലായല്ലോ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ഉപഗ്രഹമല്ല, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ് പ്രോബ-3. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹമാണ് പ്രോബ-3. എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് നമ്മുടെ ഈ പറയുന്ന പ്രോബ-3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്നായിരിക്കും ഇതിന്റെ വിക്ഷേപണം എന്ന് പറയുന്നത്. പ്രോബ-3യുടെ വിക്ഷേപണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും കേട്ടോ. ഇന്ത്യയിൽ നിന്നായിരിക്കും വിക്ഷേപണം. ISROയുടെ PSLV XL റോക്കറ്റിലാണ് ഈ ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. ഓക്കെ, ISROയുടെ PSLV XL റോക്കറ്റിലായിരിക്കും വിക്ഷേപിക്കുന്നത്. ഡിസംബറിലായിരിക്കും വിക്ഷേപണം. അപ്പോ പ്രോബ-3 ദൗത്യത്തില് 2 പേടകങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് എന്ത് ചെയ്യും? സൂര്യഗ്രഹണം സൃഷ്ടിക്കും. ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം സ്ഥാപിച്ചാണ് ഈ ഒരു സൂര്യഗ്രഹണം സൃഷ്ടിക്കുന്നത്. 2 പേടകങ്ങള് നമ്മൾ ബഹിരാകാശത്ത് എത്തിച്ചിട്ട് ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം സ്ഥാപിക്കും. അങ്ങനെയാണല്ലോ സൂര്യഗ്രഹണത്തിന്. സൂര്യന് മുന്നിലേക്ക് ചന്ദ്രൻ അല്ലെങ്കിൽ ഭൂമി വരുന്ന ആ ഒരു മോഡലിലേക്ക് 2 ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്യും? കൊണ്ടുവരും. 2 പേടകങ്ങളെ കൊണ്ടുവരും. അതാണ് കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. സൂര്യന്റെ ചുറ്റുമുള്ള ആവരണ വലയത്തെ അഥവാ കൊറോണയെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഇതുവഴി എന്ത് ചെയ്യും? സാധിക്കും നമുക്ക്. ഓക്കെ, കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് പ്രോബ-3 എന്ന് പറയുന്നത്. അടുത്തത് 82ാമത്തെ ചോദ്യം നോക്കാം. ഏഷ്യയിലെ ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹി വെച്ചിട്ടാണ് ബുദ്ധ ഉച്ചകോടി നടക്കുന്നത്. ഇനി 83ാമത്തെ ചോദ്യം. 2024 US ഇലക്ഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റ് ആകുന്നത് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി മാത്രമാണ് ശരി. ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നോക്കാം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആണ് ആര്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വക്താവാണ് കേട്ടോ. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി എന്ന് പറയുന്നത്. എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ വംശജയായിരുന്ന കമല ഹാരിസ് ആയിരുന്നു. കമല ഹാരിസിന്റെ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ബഹിരാകാശ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. 2 ബഹിരാകാശ വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ബുച്ച് വിൽമോറും മറ്റൊന്ന് സുനിത വില്യംസും ആയിരുന്നു. അവര് നിങ്ങൾക്കറിയാലോ ഇപ്പോഴും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. സോ അവർ അവിടെ ഇരുന്നിട്ടാണ് ബഹിരാകാശ വോട്ടേഴ്സ് ആയിരുന്നു ബുച്ച് വിൽമോറും സുനിത വില്യംസും. 127 വർഷത്തിനു ശേഷം തുടർച്ചയാലല്ലാതെ വീണ്ടും US പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് അമേരിക്കയുടെ. അതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ മീൻസ് എന്താ ഒരു സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആണ്, 46 അല്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ്. പാർട്ടി പഠിച്ചു വെക്കണം, ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. കമല ഹാരിസിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 84ാമത്തെ ചോദ്യം. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു ആണ്. മലയാളത്തിലെ നിരൂപക സാഹിത്യകാരനായിട്ടുള്ള MK സാനുവിന്റെ പുതിയ പുസ്തകമാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന് പറയുന്നത്. 85ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയുടെ ഉയരം എത്രയാണ്?
ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 206 അടിയാണ്. 206 അടിയാണ് കേട്ടോ, 206 അടിയാണ്. അപ്പൊ ഇത് വിജയവാഡയിലാണ് സ്ഥാപിതമായത്. വിജയവാഡയിലാണ്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ഈ ഒരു സ്റ്റാച്യു അറിയപ്പെടുന്ന സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. ഓക്കെ, പ്രതിമയുടെ ഉയരം 125 അടിയാണ്. പീഠം 81 അടിയുണ്ട്. ഇപ്പൊ പ്രതിമ ഇപ്പൊ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ താഴെ ഒരു പീഠമുണ്ട്. ആ പീഠത്തിന് 81 അടി, പ്രതിമയ്ക്ക് 125 അടി. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് 206 അടിയാണ് മൊത്തത്തിലുള്ള ഉയരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിതമായത്. 206 അടിയാണ്. ഇനി 86ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹം എന്ന് പറയുന്നത് ലിഗ്നോസാറ്റ് ആണ്. ലിഗ്നോസാറ്റ്. ലോകത്തിൽ ആദ്യമായിട്ട് തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ലിഗ്നോസാറ്റ് വിക്ഷേപിക്കാനൊരുങ്ങുന്നത് ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് ഈ ലിഗ്നോസാറ്റ് എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ അമേരിക്കയുടെ ഈ ഒരു നാസയുടെ സഹായത്തോടു കൂടിയാണ് ലിഗ്നോസാറ്റ് എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായിട്ടുള്ള ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഇനി 87ാമത്തെ ചോദ്യം നോക്കാം. ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനവ് എന്ന് പറയുന്നത്. കനവ് എന്ന് പറയുന്ന പദ്ധതി. ഇനി 88, കേരളം തദ്ദേശീയമായി നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന വൈൻ ബ്രാൻഡ് ഏതാണ്? അപ്പൊ നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ട് ഔദ്യോഗികമായിട്ട് ടാക്സി സർവീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോം ഉണ്ട്, സീ സ്പേസ് എന്ന് പറയുന്ന. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ഉണ്ട്, എൻ്റെ ഷോ എന്ന് പറയുന്ന. അതുപോലെ തന്നെ കേരളത്തിന് ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ട്, വൈൻ ബ്രാൻഡും ഉണ്ട്. ആ വൈൻ ബ്രാൻഡിന്റെ പേരാണ് നിള എന്ന് പറയുന്നത്. കേരളം തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന വൈൻ ബ്രാൻഡാണ് ഏത്? നിള എന്ന് പറയുന്നത്. ഇനി 89, മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത്? മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ഭാരത് ബയോടെക് ആണ് ഈ ഒരു മൂക്കിലൂടെ നൽകുന്ന ഈ ഒരു കോവിഡ് വാക്സിൻ ആയിട്ടുള്ള തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ആയിട്ടുള്ള ഇൻകോവാക് എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. 28 ദിവസത്തെ ഇടവേളയിലാണ് 2 ഡോസ് ആയിട്ട് വാക്സിൻ നൽകുന്നത്, ഇൻകോവാക് നൽകുന്നത്. അപ്പൊ നമ്മുടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനും 28 ദിവസത്തെ ഇടവേളയിലാണ് നൽകുന്നത്. പക്ഷെ അത് ഇഞ്ചക്ട് ചെയ്യുന്ന വാക്സിനാണ് കോവാക്സിൻ എന്ന് പറയുന്നത്. COVID-19 വേണ്ടി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ വാക്സിനാണ് കോവാക്സിൻ. അതും 28 ദിവസത്തെ ഇടവേളയിലാണ് നൽകുന്നത്. ഇത് മൂക്കിലൂടെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ്. അത് ഭാരത് ബയോടെക്കിന്റെ ഇൻകോവാക് തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചതാണ്. ഇനി 90ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് ഏകാരോഗ്യ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ട് ഏകാരോഗ്യ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി എന്ന് പറയുന്നത്. ഏകാരോഗ്യ പദ്ധതി, വൺ ഹെൽത്ത് എന്ന് പറയുന്ന, വൺ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന പദ്ധതി നമ്മളെ ലോക ബാങ്കുമായിട്ട് സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ലോക ബാങ്കുമായിട്ട് സഹകരിച്ചാണ് ഏകാരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലാണ് ഏകാരോഗ്യ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ഇനി 91ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് കോഴിക്കോട് മുതുകാടാണ് കേട്ടോ. കോഴിക്കോട് മുതുകാടാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ബംഗളൂരുവിലെ ബനേർഘട്ട സഫാരി പാർക്കിന്റെ മാതൃകയില് തിരഞ്ഞെടുക്കുന്ന ഒരു ഭൂമിയുണ്ട്. ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടായിരിക്കും. ആ ഭൂമിയുടെ ചുറ്റിലും വലിയ മതിലുകളും കൂറ്റൻ ഇരുമ്പ് വേലിയൊക്കെ കെട്ടിത്തിരിച്ച്
അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, കടവുകളെ തുറന്നു വിടുന്നു. സഞ്ചാരികൾക്ക് അവരെ എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ടൈഗർ സഫാരി പാർക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് കോഴിക്കോട് മുതുകാടാണ് നിലവിൽ വരുന്നത്. കോഴിക്കോട് നിലവിൽ മുതുകാടാണ് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. 92ാമത്തെ ചോദ്യം നോക്കാം. 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിന് വേദിയായത്. 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിന് വേദിയായത് നമ്മുടെ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി വെച്ചിട്ടാണ് 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. US, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങളാണ് ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 2023 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിലെ അധ്യക്ഷ പദവി ഇന്ത്യക്കായിരുന്നു. 2023 ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിലെ അധ്യക്ഷ പദവി ഇന്ത്യക്കായിരുന്നു. കഴിഞ്ഞ വർഷം ജപ്പാനായിരുന്നു. സോ 2023 അതുകൊണ്ട് ഈ മീറ്റിംഗ് നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇനി 94ാമത്തെ ചോദ്യം. 2023 JCB പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 JCB പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകന്റെ ആലണ്ടപ്പാച്ചി എന്ന് പറയുന്ന ആ കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 JCB പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുകനാണ്. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കൃതികൾക്കാണ് JCB പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ പെരുമാൾ മുരുകന്റെ ആലണ്ടപ്പാച്ചി എന്ന് പറയുന്ന ആ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. ജനനി കണ്ണൻ വിവർത്തനം ചെയ്ത കൃതി ഫയർ ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തത്. ആ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്. ഇനി 95ാമത്തെ ചോദ്യം. ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി, ദ ലൈഫ് ഓഫ് എ നേഷൻ ത്രൂ ഇറ്റ്സ് എലക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി, ദ ലൈഫ് ഓഫ് എ നേഷൻ ത്രൂ ഇറ്റ്സ് ഇലക്ഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് SY ഖുറേഷിയാണ് കേട്ടോ. SY ഖുറേഷിയാണ് ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി, ദ ലൈഫ് ഓഫ് എ നേഷൻ ത്രൂ ഇറ്റ്സ് ഇലക്ഷൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് SY ഖുറേഷി എന്ന് പറയുന്നത്. 96ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ 2023 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആരാണ്? 2023 കേരള ജ്യോതി പുരസ്കാര ജേതാവ് T പത്മനാഭനാണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് MT ആയിരുന്നു, അത് നമുക്കറിയാം. 2023 കേരള ജ്യോതി പുരസ്കാര ജേതാവ് അത് നമ്മുടെ T പത്മനാഭനാണ് കേട്ടോ. T പത്മനാഭനാണ്. 2022 ONV പുരസ്കാര ജേതാവ് കൂടിയാണ് T പത്മനാഭൻ എന്ന് പറയുന്നത്. ഓക്കെ, കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും സൂര്യകൃഷ്ണമൂർത്തിക്കുമാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ 2023 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2023 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഫാത്തിമ ബീവിക്കും സൂര്യകൃഷ്ണമൂർത്തിക്കുമാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് T പത്മനാഭനാണ്. 97ാമത്തെ ചോദ്യം നോക്കാം. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് നമ്മുടെ ന്യൂഡൽഹിയാണ് കേട്ടോ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്, അതായത് പാരാ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, യൂത്ത് ഗെയിംസ് പോലെയുള്ള ഒരു ഈവന്റ് ആണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്ന് പറയുന്നത്. സോ അതിന്റെ വേദി ന്യൂഡൽഹിയാണ്. അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഉജ്ജ്വല എന്ന് പറയുന്ന കുരുവിയാണ്. ഉജ്ജ്വല എന്ന് പറയുന്ന കുരുവിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, 98ാമത്തെ ചോദ്യം നോക്കാം. 2024 ICC പുരുഷ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത്. 2024
ICC പുരുഷ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ODI വേൾഡ് കപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയാണ് 2024 ICC പുരുഷ അണ്ടർ-19 ഏകദിന ലോകകപ്പിന് വേദിയായത്. ഇനി 99ാമത്തെ ചോദ്യം. 2023 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത്. 2023 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീട ജേതാക്കള് ഇന്ത്യയാണ്. 2023 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലില് ജപ്പാനെ പരാജയപ്പെടുത്തി കിരീടം കരസ്ഥമാക്കിയത്. ഇന്ത്യൻ വനിതാ ടീമിന്റെ 2ാം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് 2023 അവർക്ക് കിട്ടിയത്. മുൻപ് 2016 ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2016 ശേഷം ഇപ്പോൾ 2023 ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്? ഈ ഒരു വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കുന്നത്. ഫൈനൽ 2023 ഈ ഒരു വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാനായിട്ട് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ജപ്പാനെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ജപ്പാനെയാണ്. അപ്പൊ ഇന്ത്യയാണ് ജേതാക്കൾ കേട്ടോ. 2ാം തവണയാണ് ഇന്ത്യ കിരീടം നേടുന്നത്. സോ 100ാമത്തെ ചോദ്യം നോക്കാം. 2034 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന 2034 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? സൗദിയാണ് കേട്ടോ. സൗദിയാണ് 2034 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത്. നമ്മുടെ 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ പറയുന്ന 3 രാജ്യങ്ങളാണ്. 2026 കഴിഞ്ഞ് പിന്നെ 2030 ഫിഫ ലോകകപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് 34. ഓക്കെ, ഇപ്പൊ 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നോർത്ത് അമേരിക്ക അല്ലെ. നോർത്ത് അമേരിക്കയിലുള്ള രാജ്യങ്ങളാണ് ഈ 2026 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത്. 34 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? സൗദിയാണ് കേട്ടോ. സൗദിയാണ് 34 ഫിഫ ലോകകപ്പിന് വേദിയാകുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു നോക്കാം. 2023 നവംബറിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് കേട്ടോ. ചൈനയാണ് 2023 നവംബറിൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം. സെക്കൻഡില് 1.2 ടെറാബൈറ്റ് ഡേറ്റ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് ആണ് ചൈന അവതരിപ്പിച്ചത്. അടുത്ത 2023 ONV പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് പ്രതിഭ റായി ആണ് അല്ലെ. പ്രതിഭ റായി ആണ് 2023 ONV പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 100 ക്വസ്റ്റ്യൻസിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കൊരു ബോണസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ട് ഈ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം, ഒരു എക്സാം പോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ മാർക്സ് പറയേണ്ട സമയമായി. 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് വിത്ത് നെഗറ്റീവ്സ് വേണം നിങ്ങൾ ആൻസർ കമന്റ് ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു സെഷൻസ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആയി കാണും. നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാത്ത കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതായത് പഠിക്കാത്ത, നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.